പുതിനയില പുഡിംഗ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി കുറച്ച് പുതിനയില കഴുകിയെടുക്കാം. ഒരു നാരങ്ങ വേണം. 1 കപ്പ് പാല് തിളപ്പിച്ച് ആറ്റിയെടുക്കാം. പാലൊഴിച്ച് പുതിനയില നന്നായിട്ട് മിക്സിയിലിട്ട് അരിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് ചേർക്കണം. അര കപ്പ് പഞ്ചസാര ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് 3 മുട്ടയാണ് ചേർക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം മുട്ട ചേർക്കാം. അര കപ്പ് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നെയ്യ് തടവിയ ഒരു പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നത്. നേരത്തെ തന്നെ ഒരു പാത്രം നെയ്യ് തടവി മാറ്റി വയ്ക്കാം. ഈ പാൽപ്പൊടി അതിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് അലിയുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് എല്ലാം കൂടെ നന്നായിട്ട് അലിഞ്ഞ് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതിനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഇഡലി തട്ടിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരു അടപ്പ് വെച്ച് പുഡിങ്ങിൻ്റെ കൂട്ടൊഴിച്ച് ബൗൾ വെച്ച് അടച്ചു വയ്ക്കാം. പുതിനയിലയുടെ ചെറിയൊരു ഗ്രീൻ കളറും അതിൻ്റെ ആ ഒരു ഫ്ലേവറും ഒക്കെ ഉള്ള ഒരു പുഡിങ്ങാണിത്. ഇതൊരു ഫോർക്ക് വെച്ച് കുത്തി നോക്കാം. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇത് തണുക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ വിതറാനായിട്ട് കുറച്ച് ബദാം ചൂടുവെള്ളത്തിലിട്ട് മാറ്റി വയ്ക്കാം. ചെറുതായിട്ട് നീളത്തിന് അരിഞ്ഞ് ഇതിൻ്റെ മുകളിൽ വിതറാനായി പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ച് വിടിയിച്ച് കൊടുക്കണം. ഇത് വളരെ പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോൾ വരാനായിട്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ മുകളിലേക്ക് ബദാമിൻ്റെ തൊലിയൊക്കെ മാറ്റി നീളത്തിന് അരിഞ്ഞത് ഇതിൻ്റെ മുകളിൽ കുറച്ച് വിതറി എടുക്കാം.